ഇമാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ്, മേലെ പട്ടാമ്പി. മലബാർ മേഖലയിൽ പാൽ സംഭരണത്തിന്റെ കാര്യത്തിൽ വലിയ കുറവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മിൽമ ചെയർമാൻ കെ.എസ്. മണി. പട്ടാമ്പിയിൽ മലബാർ മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ BMC സംഘങ്ങൾക്കുള്ള ധനസഹായം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡിന് ശേഷം പാൽ സംഭരണം കുറയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 13% പാൽ സംഭരണം ഇത്തവണ കുറഞ്ഞു. 7.5 ലക്ഷത്തോളം പാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും മിൽമ ചെയർമാൻ കെ.എസ്. മണി സൂചിപ്പിച്ചു. നമ്മുടെ യൂണിയന്റെ മൊത്തം അറ്റലാഭത്തിന്റെ 98% ഇങ്ങനെ നമ്മൾ കൊടുത്തതായിട്ടാണ് കണക്ക് പറയുന്നത്. ഇത് നമ്മുടെ രാജ്യത്ത് മറ്റൊരു യൂണിയനുകളോ അല്ലെങ്കിൽ ഫെഡറേഷനോ അവകാശപ്പെടാൻ കഴിയാത്തതാണ്. അറ്റലാഭം സാധാരണഗതിയിൽ യൂണിയന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന് പുതിയ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പരമാവധി മാറ്റിവെക്കുകയാണ് പതിവ്. പക്ഷെ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ക്ഷീരമേഖല രാജ്യത്തെ ഏറ്റവും കൂടുതൽ കർഷകർക്ക് പാൽവില കൊടുക്കുന്നത് നമ്മളാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉൽപാദന ചെലവുള്ള സംസ്ഥാനവും നമ്മുടെ തന്നെ. രാജ്യത്തെ കണക്കെടുത്ത് നോക്കിയാൽ 83% പാലിന്റെ വിറ്റുവരവിന്റെ നേരിട്ട് കർഷകർ കൊടുക്കുന്ന വേറൊരു സംസ്ഥാനവും ഇല്ല. 75 മുതൽ 80% വരെയാണ് പല സംസ്ഥാനങ്ങളിലും കൊടുക്കുന്നത്. നമ്മൾ 83% കൊടുക്കുന്നത് കൂടാതെയാണ് ഈ വിറ്റുവരവിൽ നമ്മൾ ഉണ്ടാക്കുന്ന അറ്റ ലാഭത്തിന്റെ 98% വീണ്ടും കൊടുക്കുന്നത്. മലബാർ മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയന്റെ നേതൃത്വത്തിലാണ് പട്ടാമ്പിയിൽ BMC സംഘങ്ങൾക്കുള്ള കെട്ടിട ഗ്രാന്റ് വിതരണവും റിവോൾവിംഗ് ഫണ്ട് വിതരണവും സംഘടിപ്പിച്ചത്. പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് ഹോമിൽ വെച്ചായിരുന്നു പരിപാടി. മലബാർ മേഖലാ യൂണിയൻ ഡയറക്ടർ VV ബാലചന്ദ്രൻ അധ്യക്ഷനായി. ഊർമിള കുമാരി, K. ചെന്താമര, S. സനോജ്, K. ഷീജ, ഡോക്ടർ നിർമ്മൽ കുമാർ തുടങ്ങിയവരും സംസാരിച്ചു.